പ്രിയപ്പെട്ടവരെ, മാർച്ച് മാസം 5-ാം തീയതിയാണ് അനശ്വരനായ വിപ്ലവകാരി സഖാവ് ജോസഫ് സ്റ്റാലിൻ്റെ ഓർമ്മദിനം. 2026 സഖാവ് സ്റ്റാലിൻ്റെ ഓർമ്മ പുതുക്കുന്ന അവസരത്തിൽ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏത് ദുഷ്ടശക്തികളെയാണോ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചത്, ആ ദുഷ്ടശക്തികൾ ഇന്ന് ഭീകരമായി പൈശാചികമായി ലോക രാഷ്ട്രീയ രംഗത്ത് നിർബാധം യുദ്ധത്തിന് തിരികൊളുത്തിക്കൊണ്ട് വിരാജിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഖാവ് സ്റ്റാലിൻ 2-ാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തി ലോകത്തെ ഫാസിസത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനു വേണ്ടി നിലകൊണ്ട ഫാസിസ്റ്റ് ശക്തികളെയാണ് കെട്ടിക്കെട്ടിക്കാൻ വേണ്ടി പടയോട്ടം സംഘടിപ്പിച്ചത്. എക്കാലത്തും സ്റ്റാലിൻ എന്ന് പറയുന്ന ആ അനശ്വരനായ വിപ്ലവകാരി നമ്മളെല്ലാം ഓർത്തുവെക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനം 45 മെയ് മാസം ലോകത്തെ കീഴടക്കുന്നതിന് രംഗത്ത് വന്ന ഫാസിസത്തെ കെട്ടുകെട്ടിച്ച ധീരനായ വിപ്ലവകാരി എന്ന നിലയ്ക്കാണ്. ആ വിപ്ലവകാരിയാണ് 45-ൽ 2-ാം ലോക മഹായുദ്ധം കഴിയുന്നു. അതിനെ തുടർന്ന് റഷ്യയിൽ തന്നെ ആഭ്യന്തരമായ കലാപങ്ങൾ ഉയർന്നു വരികയാണ്. ആ കലാപങ്ങളെല്ലാം ഒതുക്കിയതിനു ശേഷം റഷ്യ എന്ന് പറയുന്ന ലോകത്തെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് സഖാവ് സ്റ്റാലിൻ നടത്തിയിരുന്നത്. ഞാൻ തന്നെ സ്റ്റാലിനെ സംബന്ധിച്ച ചെറിയൊരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിരുന്നു. സ്റ്റാലിൻ എന്ന് തന്നെയാണ് അതിന്റെ തലക്കുറി. ആ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഞാൻ എഴുതിയിരിക്കുന്നത് അനശ്വരനായ സ്റ്റാലിൻ വിടവാങ്ങുന്നു എന്നാണ്. അത് ഞാൻ ഒന്ന് വായിക്കാം എന്നാണ് കരുതുന്നത്. ആരോ പറഞ്ഞതായി ഓർക്കുന്നു. ഓരോരുത്തരും ഭൂമിയിലേക്ക് ഹ്രസ്വമായ സന്ദർശനത്തിനായി വരുന്നു. ചിലർ ചരിത്രം രചിക്കുന്നു. ബഹുഭൂരിപക്ഷവും ജീവിതം ജീവിച്ചു തീർക്കുന്നു. ലോക ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം നേടിയവരിൽ പ്രമുഖനാണ് സ്റ്റാലിൻ. ലോകത്തിനൊരു പുതിയ ദിശ സമ്മാനിച്ച സ്റ്റാലിൻ നിരവധി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അതിനെയെല്ലാം അത്ഭുതകരമായി അതിജീവിച്ച സ്റ്റാലിൻ, പക്ഷേ അദ്ദേഹത്തിന്റെ അന്ത്യം വളരെ ദുഃഖമയമായിരുന്നു. വളരെ അവിചാരിതമായിട്ടാണ് സ്റ്റാലിനെ മരണം അപഹരിച്ചത്. യുദ്ധത്തിന്റെ രൂക്ഷതയെല്ലാം കഴിഞ്ഞിരുന്നു. 1953 മാർച്ച് 28 വളരെ ഉല്ലാസപ്രദമായ ദിവസമായിരുന്നു സ്റ്റാലിന്. അന്ന് രാത്രി സ്റ്റാലിനോടൊപ്പം ബഹിയ, മലങ്കോ, ക്രൂഷേവ് എന്നിവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം അവിടുത്തെ PB മെമ്പർമാരായിരുന്നു. സംഗീതവും സിനിമയുമായി വെളുപ്പിന് 4 മണിവരെ അവരവിടെ ഉണ്ടായിരുന്നു. വിരുന്നുകാരെ യാത്രയച്ചു മടങ്ങിയ സ്റ്റാലിൻ കൂടെയുള്ള ജോലിക്കാരോട്, നിങ്ങൾ എന്താണ് ഉറങ്ങാൻ പോവാത്തത്? എനിക്കിനി ഒന്നും വേണ്ട, ഞാനും കിടക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞാണ് വിശ്രമിക്കാൻ പോയത്. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. സ്റ്റാലിൻ കൂടെയുണ്ടായിരുന്ന ജീവനക്കാരോട് നൽകുന്ന കർശനമായ നിർദ്ദേശം വിശ്രമിക്കുമ്പോൾ പറയാതെ തന്റെ മുറിയിലേക്ക് കടന്നു വരികയോ വിളിച്ചുണർത്തുകയോ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പുലരുവോളം ചർച്ചയും സംഗീതവും സിനിമയുമായി കഴിയുന്ന ഇത്തരം ദിവസങ്ങളിൽ ഉറക്കം രാവിലെ 10-11 മണിവരെ നീളുകയാണ് പതിവ്. സാധാരണ 11-നും 12-നും ഇടയിൽ എണീക്കുന്ന സ്റ്റാലിൻ പതിവ് തെറ്റി. സ്റ്റാലിന്റെ ടെലിഫോൺ തുടർച്ചയായി മണിയൊച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം ഉറങ്ങുന്നതുകൊണ്ട് അത് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. ഈ സമയത്ത്
അദ്ദേഹത്തിന്റെ വിശ്രമമുറിയിൽ പ്രകാശം കണ്ടു. ജീവനക്കാർക്ക് ആശ്വാസമായി. മുറിയിൽ കയറിക്കൂടാ എന്ന വിലക്കുണ്ടായിരുന്നത് കൊണ്ട് ആരും മുറിയിൽ കയറിയില്ല. അതിനുള്ള തന്റെ ഇടവുമില്ല. ഇങ്ങനെ കയറുന്നവർക്ക് ശക്തമായ ശിക്ഷ ലഭിക്കും. അതാണ് സ്റ്റാലിന്റെ നിർദ്ദേശം. ജീവനക്കാർ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്നത്തെ തപാൽ വന്നത് ജീവനക്കാർക്ക് ആശ്വാസമായി. തപാൽ വന്നാൽ മുറിയിൽ കയറി ഇത് ഏൽപ്പിക്കാം. അതാണ് കരാർ. സ്റ്റാലിന്റെ സുരക്ഷാ ഭടനായിരുന്ന എ റൂബിനാണ് തപാലുമായി മുറിയിൽ പ്രവേശിച്ചത്. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മാത്രമേ മുറിയിൽ പ്രവേശിക്കാവൂ. ഭടൻ ശബ്ദമുണ്ടാക്കി ഇടനാഴിയിലൂടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകൾ ചെന്നുപെട്ടത് വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചയിലേക്കായിരുന്നു. സ്റ്റാലിൻ തറയിൽ വലുത് കൈ നിവർത്തിയിട്ട് കിടക്കുന്നു. ബോധം നശിച്ചിട്ടില്ലായിരുന്നു. വസ്ത്രങ്ങൾ മൂത്രത്തിൽ കുതിർന്നിരുന്നു. അപ്പോൾ സമയം 6:30 എപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് സംസാരശേഷി പൂർണ്ണമായി നശിച്ചിരുന്നു. ഈ ഭടൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്റ്റാലിൻ ശാന്തമായി കൂർക്കം വലിച്ച് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ ഭടന്മാർ ചേർന്ന് സ്റ്റാലിനെ സോഫയിലേക്ക് മാറ്റിക്കിടത്തി. ഇതിനിടയിൽ അറിയേണ്ടവരെല്ലാം ടെലിഫോൺ ചെയ്ത് പറഞ്ഞു. വെളിച്ചവും വായുസഞ്ചാരവുമുള്ള മുറിയിലെ സോഫയിലേക്ക് അദ്ദേഹത്തെ മാറ്റിക്കിടത്തി. ഇതിനിടയിൽ ശരീരം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിയോടടുത്ത് മലങ്കോവും ബെറിയയും വന്നിരുന്നു. പക്ഷെ അവർ വരുമ്പോൾ സ്റ്റാലിൻ നല്ല ഉറക്കത്തിലായിരുന്നു. ശല്യപ്പെടുത്തരുത് എന്ന നിർദ്ദേശം നൽകി അവർ പോയി. രാവിലെ 7 മണിയോടെ ക്രൂഷേവ് വന്നു. തുടർന്ന് 9:30 ഡോക്ടർമാർ എത്തി. പരിശോധനയ്ക്ക് ശേഷം സീനിയർ ഡോക്ടർ പ്രൊഫസർ P.E. ലൂക്കോനോവ്സ്കി അദ്ദേഹത്തിന് മസ്തിഷ്ക ആഘാതമാണെന്ന് നിർണയിച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മകൾ സ്വന്നയും തുടർന്ന് മകൻ വാസിലിയും എത്തിച്ചേർന്നു. 1953 മാർച്ച് 4 സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും USSRലെ മന്ത്രിമാരുടെ കൌൺസിലും ചേർന്ന് സ്റ്റാലിന്റെ രോഗവിവരം പുറത്തുവിട്ടു. അതിങ്ങനെയായിരുന്നു. മാർച്ച് 1-നും 2-നും ഇടയിൽ രാത്രിയിൽ എപ്പോഴോ സഖാവ് സ്റ്റാലിന് മോസ്കോയിലുള്ള തന്റെ ഭവനത്തിൽ വെച്ച് മസ്തിഷ്കാഘാതം ഉണ്ടായി. അത് തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങളെ ബാധിച്ചിരുന്നു. സഖാവിന്റെ ബോധം നശിച്ചു. സംസാരശേഷി ഇല്ലാതായി. വലത് കൈയും കാലും മരവിച്ചുപോയി. ഹൃദയ സംബന്ധവും ശ്വാസ സംബന്ധവുമായ പ്രശ്നങ്ങളുണ്ട്. സഖാവിനെ ചികിത്സിക്കുന്നതിനായി ഉന്നത തല മെഡിക്കൽ സംഘത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കുറെ കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സ്റ്റാലിന് കഴിയുന്നതല്ല. പാർട്ടിയുടെയും ഭരണകൂടത്തിന്റെയും പ്രവർത്തനങ്ങളിൽ നിന്ന് സ്റ്റാലിൻ താൽക്കാലികമായി അവധിയിലാണ്. മെഡിക്കൽ സംഘം സാധ്യമായ എല്ലാം സ്റ്റാലിന് നൽകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ കണ്ണു തുറന്ന് സംസാരിക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഓരോരുത്തരായി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാലിന് ആദ്യം ആഘാതം സംഭവിച്ചത് 4 5 ആഘാതം സംഭവിച്ചു. 5 മണിക്ക് രാവിലെ സ്ഥിതി കുറച്ചു മെച്ചപ്പെട്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ സ്ഥിതി വഷളാവുകയും ശ്വാസതടസ്സം നേരിടുകയും ചെയ്തു. മാർച്ച് 6 സ്റ്റാലിന്റെ നില വീണ്ടും വഷളായി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു. രാജ്യം മുഴുവൻ അഗാധമായ ദുഃഖത്തിലാണ്ടു. അദ്ദേഹം എന്തെന്നില്ലാത്ത മനോവേദന അനുഭവിച്ചു. മകൾ സുൽസാന രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണവേദന ഭീതിജനകമായിരുന്നു. ഞങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം ചുമച്ചു മരിക്കുകയായിരുന്നു. 1953 മാർച്ച് 6 രാത്രി 9:30 സ്റ്റാലിൻ എന്ന ഉരുക്ക മനുഷ്യൻ ചരിത്രത്തിന്റെ ഭാഗമായി. കുടുംബാംഗങ്ങളും പാർട്ടി പ്രസിഡിയം അംഗങ്ങളും സമീപത്തുണ്ടായിരുന്നു. നേതാക്കന്മാരെല്ലാം നിയന്ത്രണാതീതരായി പൊട്ടിക്കരയുകയായിരുന്നു. മാർച്ച് 6 പ്രഭാതത്തിൽ ദേശീയ ഗാനത്തിനെ തുടർന്ന് വിഷാദഭരിതവും ദുഃഖമയവുമായ വാർത്ത മോസ്കോ റേഡിയോ പ്രക്ഷേപണം ചെയ്തു. ലെനിന്റെ ഏറ്റവും അടുത്ത സഖാവും അദ്ദേഹത്തിന്റെ കടമകൾ ആവേശകരമായി പിന്തുടർന്ന അധ്യാപകനും നേതാവും
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോവിയറ്റ് ജനതയുടെ ഗുരുനാഥനുമായിരുന്ന ജോസഫ് വിസാരിയോവിച്ച് സ്റ്റാലിന്റെ ഹൃദയം നിശ്ചലമായിരിക്കുന്നു. ആ സ്റ്റാലിന്റെ ഓർമ്മ ദിനത്തിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോ ലോകം യുദ്ധത്തിൽ മുഖരിതമായിരിക്കുകയാണ്. എന്നും യുദ്ധം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ ഒരു കുതന്ത്രമാണ്. അവർക്ക് ആധിപത്യം ഉറപ്പിക്കുന്നതിന് ലോക രാഷ്ട്രീയ രംഗത്ത് യുദ്ധം വളർത്തുക എന്നത് അവരുടെ ലക്ഷ്യമാണ്. 1945 വരെ അത്തരം യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളായിരുന്നു. അന്ന് ബ്രിട്ടൻ ഉണ്ടായിരുന്നു, സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന നിലയിൽ ബ്രിട്ടൻ. 1920 കഴിയുന്നതോടുകൂടി ജർമ്മനിയിലും ഇറ്റലിയിലും അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും ഉയർന്നു വന്നു. അവർക്കൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് 1917 മുതൽ റഷ്യയുടെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിഷ്പ്രഭമാക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കണം. അതിനെന്താ മാർഗം? ആ മാർഗമാണ് അവർ ചികഞ്ഞ് ആലോചിച്ചത്. ആ മാർഗത്തിനു വേണ്ടി ആ ഫാസിസ്റ്റ് ശക്തികൾ തട്ടിക്കൂട്ടിയെടുത്ത കാര്യമാണ് രണ്ടാം ലോകമഹായുദ്ധം. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ യുദ്ധം 1939 സെപ്റ്റംബർ മാസം 1 അരങ്ങേറുമ്പോൾ സോവിയറ്റ് യൂണിയന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ജോസഫ് സ്റ്റാലിനായിരുന്നു. സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ ഉരുക്ക് മനുഷ്യനാണ്. സ്റ്റാലിൻ അധികാരത്തിൽ വരുന്നത് ലെനിന്റെ അകാലത്തിലുള്ള നിര്യാണത്തെ തുടർന്നാണ്. മുൻപ് യുദ്ധമുഖത്ത് വെച്ച് അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം പതിയിരുന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയും ആ ആക്രമണത്തിലൂടെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ടയുമായിട്ടാണ് ലെനിൻ ജീവിച്ചു പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലെനിൻ അകാലത്തിൽ നിര്യാതനായത്. ആ ലെനിന്റെ നിര്യാണത്തെ തുടർന്നാണ് ലെനിൻ വെട്ടിത്തെളിച്ച പാതയിലൂടെ, പദ്ധതികളിലൂടെ സോവിയറ്റ് യൂണിയനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം സ്റ്റാലിൻ നടത്തിയത്. അപ്പോഴും റഷ്യക്കകത്തു നിന്നുള്ള ആഭ്യന്തരമായ എതിർപ്പുകളും വിദേശ ശക്തികളുടെ പുറമേ നിന്നുള്ള എതിർപ്പുകളുമെല്ലാം സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിക്കുകയായിരുന്നു. അതിനെയൊക്കെ നേരിട്ടുകൊണ്ടാണ് സ്റ്റാലിൻ റഷ്യയെ, സോവിയറ്റ് യൂണിയനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എത്രയോ മണിക്കൂർ സ്റ്റാലിന്റെ വീരപരാക്രമങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളതാണ്. അത്തരം ഒരു പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 1939 സെപ്റ്റംബർ മാസം 1 തുടങ്ങിയ രണ്ടാം ലോകമഹായുദ്ധം, ആദ്യ യുദ്ധം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധമെന്നാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പ്രസ്താവിച്ചത്. അങ്ങനെ ഒരു ബോഡി ഉണ്ടായിരുന്നു. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാം അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ. അവർ യുദ്ധത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു, പരിശോധിച്ചിട്ടാണ് അവർ പറഞ്ഞത്, ഈ യുദ്ധം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധം. ഈ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന് പങ്കില്ല, അതുകൊണ്ട് നമുക്കും പങ്കില്ല. പക്ഷേ സ്റ്റാലിൻ എന്നാലും അടി കിട്ടും എന്നുറപ്പല്ലേ? സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ വെറുതെ ഇരിക്കില്ല. എന്നായാലും ആക്രമണത്തിന്റെ കുന്തമുന തങ്ങളുടെ നേർക്ക് തിരിയുമെന്ന് സ്റ്റാലിൻ അറിയാമായിരുന്നു. ഒരു യുദ്ധത്തിന് റഷ്യ തയ്യാറായിട്ടില്ലായിരുന്നു. അധികാരം വന്നില്ലേ ഉള്ളൂ. 1917 മുതൽ അധികാരത്തിൽ വന്നതേ ഉള്ളൂ ലെനിൻ. ന്യൂ എക്കണോമിക് പോളിസി NEP നടപ്പാക്കിക്കൊണ്ട് റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുക എന്ന പരിശ്രമമാണ് ലെനിൻ നടത്തിയിരുന്നത്. അതിന്റെ തുടർച്ചയാണ് സ്റ്റാലിൻ നടത്തിയിരുന്നത്. അപ്പൊ അനവസരത്തിൽ ഒരു യുദ്ധം വന്നാൽ പുരോഗതിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് സോവിയറ്റ് യൂണിയൻ, അവിടുത്തെ ജനങ്ങളും നീങ്ങേണ്ടി വരും. യുദ്ധം എങ്ങനെ ഒഴിവാക്കാം? അതായിരുന്നു സ്റ്റാലിന്റെ ചിന്ത. അന്ന് സ്റ്റാലിന്റെ തലച്ചോറിൽ ഉദിച്ചുയർന്നു വന്ന ഒരാശയമാണ് ശത്രുവുമായി എന്താ സന്ധി ഉണ്ടാക്കുക. ചരിത്രത്തിലെ ഏറ്റവും അസുലഭമായ ഒരു നിമിഷമായിരുന്നു അത്. സോവിയറ്റ് യൂണിയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തകർക്കാൻ വേണ്ടി രംഗത്ത് നിന്നിരിക്കുന്ന ഹിറ്റ്ലറുമായി ഒരു സന്ധി ഉണ്ടാക്കുക. ആര് മധ്യസ്ഥത വഹിക്കും? അന്ന് ലോകത്തിന്റെ പ്രതാപശാലി എന്ന് പറയുന്നത് വിൻസൻ ചർച്ചിലല്ലേ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. സ്റ്റാലിൻ ചർച്ചിലിനെ തന്നെ വിളിച്ചു പറഞ്ഞിടവുകയെ, എനിക്ക് ഹിറ്റ്ലറെ ഒന്ന് കാണണം. ചർച്ചിൽ എന്ന് അന്തം വിട്ടുപോയി. തനിക്കെന്താ ഭ്രാന്തായോ? എന്തിനാ ഹിറ്റ്ലറെ കാണുന്നത്?
അവര് നിങ്ങളെ വകവരുത്താൻ വേണ്ടി നിൽക്കല്ലേ? ഇല്ല, ഞാൻ കാര്യമായി പറയാ, അദ്ദേഹത്തെ കാണണം. കാര്യമായിട്ടാണോ? ആ കാര്യമായി തന്നെ. അങ്ങനെ ചർച്ചിൽ മുൻകൈ എടുത്തിട്ടാണ് ഹിറ്റ്ലറും സ്റ്റാലിനും ചർച്ചിലിന്റെ കൊട്ടാരത്തിൽ ഹിറ്റ്ലറുടെ ഇരുവശത്തുമായിരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ സംസാരത്തിന്റെ ഇടയിൽ ഒരാമുഖമില്ലാതെ ഹിറ്റ്ലറോട് സ്റ്റാലിൻ ചോദിക്കുക, നിങ്ങൾക്ക് ഞങ്ങളോട് വല്ല ശത്രുതയുണ്ടോ എന്ന് പറഞ്ഞാൽ ജർമ്മനി എന്ന് പറയുന്ന രാഷ്ട്രം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളുമായി ശത്രുതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടെന്ന് പറയേ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലോ, ഇല്ല. എന്നാ പിന്നെ ഞങ്ങൾക്കുമില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നില്ല. അങ്ങനെയാണ് ചർച്ചിലിന്റെ സാന്നിധ്യത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും ഒരു അനാക്രമണ സന്ധി ഉണ്ടാക്കിയത്. ആ അനാക്രമണ സന്ധി നിലവിലിരിക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കൂടിയിട്ട് പറഞ്ഞു, ഈ യുദ്ധം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധം നമുക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ 1941 ജൂൺ മാസം 22 ആക്രമണം സോവിയറ്റ് യൂണിയന്റെ നേർക്ക് തിരിഞ്ഞു. അനാക്രമണ സന്ധി ഉണ്ടാക്കി വെച്ചുകൊണ്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന ആ യുദ്ധ ശാസ്ത്രജ്ഞൻ, തന്ത്രജ്ഞൻ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ മിടുക്കന്മാരിൽ മിടുക്കന്മാരായ ഏകദേശം 2.5 ലക്ഷത്തോളം വരുന്ന സോവിയറ്റ് സൈന്യത്തിലെ ചുണക്കുട്ടന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒളിപ്പോര് സൈന്യത്തെ സംഘടിപ്പിച്ചു. ഒരു ഒളിപ്പോര് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 പേരടങ്ങുന്നതാണ്. 10 പേരടങ്ങുന്ന 25,000 ഒളിപ്പോർ ഗ്രൂപ്പുകളെയാണ് സ്റ്റാലിൻ സജ്ജമാക്കി നിർത്തിയത്. എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം. നമ്മളിവിടുത്തെ ബ്ലാക്ക് കാറ്റ്സ് പോലെ നല്ല കായിക ശേഷിയുള്ള ആളുകളെയാണ് 2.5 ലക്ഷം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യേക സൈന്യം. എങ്കിലും 41 ജൂൺ മാസം 22 ആക്രമണം, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ ക്രെംലിൻ കൊട്ടാരത്തിന്റെ അകത്ത് അടുക്കളയിലും ബെഡ്റൂമിലും കയറി. ആദ്യമൊന്ന് അന്താളിച്ചു പോയി, പ്രതീക്ഷിക്കാതെയാണ്. പക്ഷേ ആക്രമണം ഇങ്ങോട്ട് വരുംതോറും സ്റ്റാലിന്റെ സൈന്യം, ചുവന്ന സൈന്യം നിലത്ത് കാലൂന്നി നിന്നുകൊണ്ട് തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറായി. ഞാൻ അതിന്റെ നാൾവഴി പറയുന്നില്ല. 1945 മെയ് മാസം ആയപ്പോഴേക്കും ജർമ്മൻ സൈന്യം പിന്തിരിഞ്ഞു തുടങ്ങി. ഫാസിസത്തിന്റെ ആൾരൂപം അഡോൾഫ് ഹിറ്റ്ലർ ബെർലിൻ കൊട്ടാരത്തിൽ ഈ ഹോട്ട്ലൈൻ സംവിധാനമെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് മോസ്കോ തകർന്ന് തരിപ്പണമായോ എന്നിങ്ങനെ മെസ്സേജ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെയ് മാസം 3, 4 ഒക്കെ ആയപ്പോഴേക്കും യുദ്ധമുഖത്ത് നിന്ന് വാർത്തകൾ വരുന്നത് കുറയുന്നു. വാർത്ത വരാതായി. ഹിറ്റ്ലർക്ക് മനസ്സിലായി സംഗതി എന്തോ കുഴപ്പമാണ്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഉറ്റമിത്രം, എന്റെ ഭാഷ പറഞ്ഞ അദ്ദേഹത്തിന്റെ മച്ചമ്പി, അപ്പുറത്തെ മുസോളിനിയെ രോക്ഷാകുലരായ ജനങ്ങൾ തല്ലിക്കൊന്ന് പൊതുനിരത്തിൽ കെട്ടിത്തൂക്കിയ വാർത്തയും ആരറിയുകയാണ്? ഹിറ്റ്ലർ അറിയുകയാണ്. അപ്പൊ പതനം ആസന്നമായി. എപ്പോ വേണമെങ്കിലും ആക്രമണം കൊട്ടാരത്തിലേക്ക് വരാം. ഹോട്ട്ലൈൻ സംവിധാനമെല്ലാം തയ്യാറായി. മെസ്സേജസ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഇവ ബ്രൗൺ അദ്ദേഹത്തിനോടൊപ്പം കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ കാമുകിയെ വിളിച്ച് 20 വർഷത്തിലേറെ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഭാര്യ ഇവ ബ്രൗണിനെ അദ്ദേഹം ഔദ്യോഗികമായി വിവാഹം കഴിക്കുകയാണ്. 30 മണിക്കൂർ ഒരുമിച്ച് താമസിച്ചു. പിറ്റേ ദിവസം രണ്ടാളും കൊട്ടാരത്തിന്റെ നിലവറയ്ക്കകത്ത് കയറി കരുതി വെച്ചിരുന്ന മാരകമായ വിഷം കഴിച്ച് ആത്മഹത്യക്ക് തയ്യാറായി. വിഷത്തിൽ വീര്യം പോരാ എന്നുണ്ടെങ്കിൽ മരിക്കില്ലല്ലോ. അതുകൊണ്ട് ഹിറ്റ്ലർ ബുള്ളറ്റ് പ്രയോഗിച്ചു. അങ്ങനെയാണ് ലോക രാഷ്ട്രീയ രംഗത്ത് ഫാസിസത്തിന്റെ കെടുതി 1945 തീരുന്നത്. ആ ഫാസിസത്തിന്റെ അന്ന് അതിന്റെ വേരറക്കുന്നതിന്, ആ ഫാസിസത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതിന്, അതിലൂടെ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഉജ്ജ്വലനായ പടയാളിയും നേതാവും ആയിരുന്നു സഖാവ് സ്റ്റാലിൻ. അന്ന് സ്റ്റാലിൻ ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കാതിരുന്നെങ്കിലോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവൂ? ഈ സെക്കൻഡ് വേൾഡ് വാറിനപ്പുറം, 2ാം ലോക യുദ്ധത്തിനപ്പുറം സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുമായിരുന്നോ? 49 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമായിരുന്നോ? അപ്പൊ ഇതിനെല്ലാം അവസരം ഒരുക്കിയത്
സഖാവ് സ്റ്റാലിനാണ്. അവിടെയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇടയിൽ സഖാവ് സ്റ്റാലിൻ എന്ന് പറയുന്ന വിപ്ലവകാരിയുടെ ചിത്രം ജാജ്വല്യമായി ഉയർന്നു നിൽക്കുന്നത്. ഇന്ന് ആ ഒരു സാഹചര്യമല്ലേ? ഇന്ന് ലോകത്ത് വീണ്ടും യുദ്ധം വളരുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ രാഷ്ട്രം ലോക രാഷ്ട്രീയ രംഗത്ത് യുദ്ധം വളർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ I2U2 അങ്ങനെ ഒരു ഒരു ഉച്ചകോടി അടക്കം ഉണ്ടായില്ലേ? ഇസ്രായേലും ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും അറബിക് രാജ്യങ്ങൾ UAE I2U2 അതടക്കം ലോക രാഷ്ട്രീയ രംഗത്തുണ്ടായില്ലേ? ഇതിലെല്ലാം അമേരിക്ക എന്ന് പറയുന്ന ലോക സാമ്രാജ്യത്വ രാഷ്ട്രത്തിനോടൊപ്പം ചേരുന്ന ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. രാഷ്ട്രീയ രംഗത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെയും അതിന്റെ പ്രസിഡന്റ് നെതന്യാഹുവിനെയും ആളുകൾ വിളിക്കുന്നത് തെമ്മാടി രാഷ്ട്രമെന്നുമാണ്. ആ തെമ്മാടി രാഷ്ട്രവുമായി ചർച്ച നടത്താനും സന്ദർശനം നടത്താനും ലോക രാഷ്ട്രീയ രംഗത്ത് തയ്യാറായ ട്രംപ് കഴിഞ്ഞാൽ ഒരേ ഒരു നേതാവ് ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ. ഇപ്പൊ ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേന്നും നരേന്ദ്രമോദി അവിടെ ഇസ്രായേലില്ലായിരുന്നു. എന്തിനാ യുദ്ധം? 2008 മുതൽ ലോക രാഷ്ട്രീയ രംഗത്ത് വിശേഷിച്ച് അമേരിക്കയിൽ ഉയർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കരകയറാൻ പറ്റുന്നില്ല. അമേരിക്ക എന്ന് പറയുന്ന മുതലാളിത്ത കുഴപ്പത്തിൽ കൂപ്പുകുത്തുകയാണ്. നിരവധി ഇടപെടൽ ബാങ്കുകളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിൽ നിർവഹിച്ചതാണ്. അതിൽ നിന്നൊന്നും കരകയറുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുന്നത്. ട്രംപ് അധികാരത്തിൽ വരുമ്പോഴോ എല്ലാ സംവിധാനങ്ങളും മാറിയല്ല, അവരുടെ സംവിധാനമല്ല. ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്നതോടുകൂടി സംവിധാനങ്ങൾ മാറിയത് ഇന്ത്യയുടെ സംവിധാനം മാറുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ എഴുതി വച്ചിട്ടുള്ളത് പ്രിയാമ്പിൾ, ഇന്ത്യ ഈസ് എ സോവറിൻ സ്റ്റേറ്റ്. ആ സോവറിൻ സ്റ്റേറ്റ് എന്നതിന്റെ പരമാധികാരം ഇല്ലാതായില്ലേ? ഇന്ത്യയുടെ സാധനങ്ങൾ, ചരക്കുകൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു. അമേരിക്ക ഇത്ര ശതമാനം, ഇന്ത്യ ഇത്ര ശതമാനം ചുങ്കം നികുതി അവിടെ കൊടുക്കണം, 18%. അമേരിക്ക സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു നികുതി രഹിതമായി. ഇതാരാ പറയുന്നത്? ഇത് പറയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉഭയകക്ഷി ചർച്ച നടത്തിക്കൊണ്ട് പറയേണ്ടതല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി പറയേണ്ടതാണോ? അല്ലല്ലോ. പക്ഷെ ഇവിടെയെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ സോവറിനിറ്റി, പരമാധികാരം ഇല്ലാതാവുകയാണ്. ഇന്നിപ്പോ ഇറാന്റെ നേർക്കാണ് കടുത്ത ആക്രമണം കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്ന യുദ്ധക്കൊതിയന്റെ നേരത്തെയുള്ള ആക്രമണങ്ങളെല്ലാം ഇങ്ങനെ അക്കമിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതിന്റെ എത്ര രാഷ്ട്ര തലവന്മാരെയാണ് നിഷ്ഠൂരമായി കൊന്നു തള്ളിയത്? സദാം ഹുസൈനെ കൊന്നു തള്ളിയില്ലേ? ചിലിയിലെ അലണ്ടയെ കൊന്നു തള്ളിയില്ലേ? അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൊന്നില്ലേ? എന്തിനാ അവിടുത്തെ ദേശീയ കവി പാബ്ലോ നെറൂദ, നോബൽ സമ്മാന ജേതാവ്, അദ്ദേഹത്തെ കൊന്നില്ലേ? ഗദ്ദാഫിയെ കൊന്നില്ലേ? ഞാൻ ഇന്നത്തെ ഈ പ്രസംഗത്തിൽ അതൊന്നും സവിസ്തരമായി പറയുന്നില്ല. യുദ്ധം പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ഇപ്പോ ഇസ്രായേൽ ഇറാനെ തകർക്കാൻ വേണ്ടി എന്താ അവരെ ഡിമാൻഡ്? അവര് ആണവായുധം ഉണ്ടാക്കുന്നു എന്നാ. അവരിതുവരെ പ്രയോഗിച്ചിട്ടില്ലല്ലോ. ആണവായുധം ഇല്ലാതാക്കണം, അതിനുവേണ്ടിയുള്ള ചർച്ച നടത്തുന്ന വേളയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അവരിത് പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാന്റെ നേർക്ക് കടന്നാക്രമണം നടത്തുമ്പോൾ ഇറാന്റെ നിലപാടെന്താവും? അവർക്ക് തിരിച്ചടിക്കണ്ടേ? എവിടെയാ തിരിച്ചടിക്കുന്നത്? അമേരിക്കൻ സൈന്യം അറബി രാജ്യങ്ങളിൽ ഏതേതെല്ലാം പ്രദേശങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ടോ അവിടേക്കാണ് ആക്രമണം. റിയാദിലേക്ക് ആക്രമണം, ദുബായിലേക്ക് ആക്രമണം, ദമാമിലേക്ക് ആക്രമണം, അല്ലേ? ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം വസിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ മലയാളികൾ, ഇന്ത്യക്കാർ. അപ്പൊ ഇറാന്റെ ആക്രമണത്തിനെ പ്രതിരോധിച്ചുകൊണ്ട്
ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ ഒരു തിരിച്ചടി നടത്തിയാൽ ആ തിരിച്ചടിയിലൂടെ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയും ബാധിക്കും, പ്രതികൂലമായി മലയാളികളെയും ബാധിക്കും. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ട എന്താ? ഇന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം തീർക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥന്റെ റോള് ഞാൻ എടുക്കാം. ഇവിടെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ വിരിയിച്ചുകൊണ്ട് അത് പറത്താൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നിൽ വരണ്ടേ? യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടണ്ടേ? ഇന്ത്യയിലെ ജനങ്ങൾ, അവിടെ അറബി രാഷ്ട്രങ്ങളിൽ കഴിയുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം ഉറപ്പാക്കണ്ടേ? അതൊന്നും ചെയ്യാതെ നിശബ്ദമായി ഇസ്രായേലിനെ പിണക്കണ്ട, അമേരിക്കയെ പിണക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സോവിയറ്റ് യൂണിയന്റെ പങ്ക് ഇപ്പോൾ ഉയർത്തി കാണേണ്ടേ. 1991 സോവിയറ്റ് യൂണിയന്റെ പതനം ആസന്നമാകുന്നതുവരെ അഫ്ഗാനിസ്ഥാൻ നിലനിന്നില്ലേ? അമേരിക്കൻ സൈന്യം നാവിക സൈന്യമായാലും ഏത് സൈന്യമായാലും അഫ്ഗാനിസ്ഥാന് ചുറ്റും വിന്യസിച്ചുകൊണ്ട് നജീബുള്ള ഇപ്പൊ തകർത്തുകളയും എന്ന് പറഞ്ഞപ്പോ അന്ന് സോവിയറ്റ് യൂണിയനാണ് പറഞ്ഞ തൊട്ടുപോയരുത്, തൊട്ടാ തിരിച്ചടിക്കും. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ പതനം കഴിയുന്നതുവരെ അഫ്ഗാനിസ്ഥാനും നജീബുള്ളയും നിലനിന്നു അല്ലേ? ആ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ലോക രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോ അമേരിക്ക ഏകപക്ഷീയമായി അതിന്റെ പിടിമുറുക്കിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ഇസ്രായേൽ പോലുള്ള തെമ്മാടി രാഷ്ട്രത്തെ ഇളക്കി വിട്ടുകൊണ്ട് അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇസ്രായേൽ വേണം, അമേരിക്കയ്ക്ക് ഇറാൻ വേണം, അമേരിക്കയ്ക്ക് ചൈന വേണം, അമേരിക്കയ്ക്ക് ബ്രസീൽ വേണം അല്ലേ? എന്താന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നത് ഓയിൽ കച്ചവടത്തിലൂടെയാകണം. ഓയിൽ കച്ചവടത്തിന്റെ ഏകദേശം 30% വെനിസുല, പിന്നെ ഇറാൻ. കണ്ടില്ലേ? വെനിസുലയിലെ പ്രസിഡന്റ് മഡൂറയും അദ്ദേഹത്തിന്റെ ഭാര്യയും രാത്രി 2 മണിക്ക് അവരുടെ മണിയറയിൽ കിടന്നുറങ്ങുമ്പോഴാണ് അമേരിക്കൻ സൈന്യം പൊക്കിയെടുത്തോണ്ട് പോകുന്നത്. എന്നിട്ടുള്ള പ്രസ്താവന മഡൂറയ്ക്ക് മയക്കുമരുന്ന് കച്ചവടമെന്നല്ലേ അമേരിക്കക്കാരൻ പറയുന്നേ? അവിടെ കൊണ്ടിട്ട് മഡൂറയെ വിസ്തരിക്കുകയല്ലേ? അപ്പൊ എന്തിനാ വെനിസുലയും മഡൂറയും പിടിക്കുന്നേ? അവിടത്തെ എണ്ണയ്ക്ക് വേണ്ടി. എന്തിനാ ഇറാന്റെ നേർക്ക് ആക്രമണം? അവിടത്തെ എണ്ണയ്ക്ക് വേണ്ടി. അങ്ങനെ വെനിസുലയും ഇറാനും അതുപോലുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വന്നാൽ 34% വരുന്ന എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിൽ എത്തുകയും അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും ആവും. അതിനുവേണ്ടിയുള്ള കുറുക്ക് വടികളാണ് ഇന്നിപ്പോ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇന്ത്യയിലെ, ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്നുള്ള മുദ്രാവാക്യം വിളിക്കേണ്ടതാണ്. കണ്ടില്ലേ യുദ്ധത്തിന്റെ കെടുതി? ഇന്നലെ കൊല്ലത്താണ് ഒരു വിദേശ കപ്പൽ വന്ന് അണഞ്ഞിരിക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എണ്ണ കൊണ്ടുവരേണ്ടുന്ന ഇറാനിലെ കിടങ്ങ് അത് അടച്ചില്ലേ? പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. അങ്ങനെ പ്രതിസന്ധി രൂക്ഷമാവുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ ഒഴിവാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. അവരത് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോ ലോക രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുമ്പോഴാണ് സഖാവ് സ്റ്റാലിൻ എന്ന് പറയുന്ന മഹാനായ വിപ്ലവകാരിയുടെ ഓർമ്മ ദിനം നമ്മൾ ഈ വർഷം ആചരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്റ്റാലിന്റെ ജീവചരിത്രം പ്രത്യേകം പറയേണ്ടതാണ്. അത് നാളെ കഴിഞ്ഞാൽ ഒരു ദിവസം സ്റ്റാലിന്റെ ജീവചരിത്രം പ്രത്യേകമായി നമുക്ക് പറയാൻ കഴിയും. അതുപോലെ യുദ്ധം, അമേരിക്ക ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ കെടുതി, യുദ്ധത്തിന്റെ രാഷ്ട്രീയം, അതും പ്രത്യേകിച്ച് പറയേണ്ടതാണ്. അത് മറ്റൊരു ദിവസങ്ങളിൽ പറഞ്ഞുകൊള്ളാം എന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രഭാഷണം കേട്ട എല്ലാ സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.